നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ഫഹദിന്റെ ക്രൂരമായ കൊലപാതകം BJPക്ക് മേൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം നികൃഷ്ടമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് BJP. കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കണമെന്നും BJP. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ഹോമിയോപ്പതി വകുപ്പ് പ്രതിരോധ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പോലീസ് വാഹന പരിശോധന നടു റോഡിൽ. പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരട്ടി ദുരിതം. തരിശുഭൂമിയിൽ പച്ചപ്പിന്റെ വസന്തം. മാതൃക പകർന്ന് അരവത്ത് പാടശേഖര സമിതി. വിശദമായ വാർത്തകളിലേക്ക്. ഫഹദിന്റെ ക്രൂരമായ കൊലപാതകം BJPക്ക് മേൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം നികൃഷ്ടമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത് പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. കൊലപാതകത്തിൽ BJP RSS ബന്ധം ആരോപിക്കുന്നത് സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണെന്ന് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. CPM അണികൾ BJPയിലേക്ക് ഒഴുകുന്നതും കാസർഗോഡ് കോട്ട കയ്യേറ്റത്തിലൂടെ വികൃതമായ മുഖം രക്ഷിക്കാനുമായി CPM നേതൃത്വം നടത്തുന്ന ശ്രമമാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു വർഗീയ സ്വഭാവം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് CPIMന്റെ ജില്ലാ നേതൃത്വം, CPM ജില്ലാ നേതൃത്വം ആരോപിച്ചിരിക്കുന്നത് ഫഹാദിന്റെ കൊലപാതകത്തിന്റെ പ്രതിയായിട്ടുള്ള വിജയൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണെന്നാണ്. ഈ കേസിലെ പ്രതി വിജയന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. BJPക്ക് ബന്ധമില്ല, മറ്റു ദേശീയ പ്രസ്ഥാനങ്ങൾക്കും യാതൊരു ബന്ധവും ഈ പ്രതിയുമായിട്ടില്ല. പ്രതിക്ക് മാനസിക രോഗമെന്ന് പോലീസ് വക്കാലത്ത് പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലായ വിജയനെ ജാമ്യത്തിലിറക്കിയത് കോൺഗ്രസുകാരാണെന്നും അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് അന്വേഷണം നിഷ്പക്ഷമായി നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഞ്ചിൽ കുഞ്ഞിരാമൻ, K. കുഞ്ഞിരാമൻ പുല്ലൂർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ഹോമിയോ വകുപ്പ് പ്രതിരോധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. 13-ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈറസ് രോഗങ്ങളെ ചെറുക്കാൻ ഹോമിയോപ്പതി ചികിത്സ നിർണായക പങ്കുവഹിക്കുന്നതായി IHM ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ, മർച്ചന്റ്സ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് 13-ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡെങ്കിപ്പനിക്ക് 12 തരം മരുന്നുകൾ ഹോമിയോപ്പതിയിൽ നിലവിലുണ്ട്. മഴക്കാല രോഗങ്ങളായ ഡെങ്കിപ്പനി, മലേറിയ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഈ രോഗങ്ങൾക്കൊക്കെ ഇന്ന് ഹോമിയോപ്പതിയിൽ വളരെ ശക്തമായ മരുന്നുകൾ ലഭ്യമാണ്. ഈ ഡെങ്കിപ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാരകമായ ഒരു രോഗമല്ല. 250 രൂപയിൽ താഴെ മാത്രം ചെലവഴിച്ച് മാറ്റാനാവുന്ന രോഗചികിത്സയ്ക്കാണ് 10,000 ചെലവിടുന്നതെന്ന് ഹോമിയോപ്പതി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഗിരീഷ് കൃഷ്ണ, ഡോക്ടർ ശ്രീകുമാർ, P. അനിൽ, CA പീറ്റർ, C. യൂസഫാജി, രാജേന്ദ്ര ഷണായി എന്നിവർ സംബന്ധിച്ചു. രൂക്ഷമായ ഗതാഗത തടസ്സം അനുഭവിക്കുന്ന കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സുന്നി സെന്റർ റോഡിൽ പോലീസിന്റെ വാഹന പരിശോധനയും. നടു റോഡിലാണ് പോലീസ് ഇവിടെ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പടിഞ്ഞാറ് വശത്തെ ഇടുങ്ങിയ റോഡ് നിത്യവും ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പലപ്പോഴും 1 ഇഞ്ച് പോലും നീങ്ങാനാവാതെ റോഡിൽ കുടുങ്ങുന്നു. അനധികൃത പാർക്കിംഗ് ആണ് ഇവിടെ വില്ലനാവുന്നത്. ചെറിയ റോഡിന്റെ ഇരുവശവും വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്നവർ ഗതാഗത തടസ്സത്തിന് ആക്കം കൂട്ടുന്നു. എന്നാൽ ഗതാഗതത്തിന്റെ കുരുക്കഴിക്കേണ്ട പോലീസും ഇവിടെ ദുരിതത്തിനെ ഇരട്ടിയാക്കുന്നു. നടു റോഡിലാണ് അവർ വാഹന പരിശോധന നടത്തുന്നത്. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട ശനിയാഴ്ച വൈകിട്ട് കാസർഗോഡ് ട്രാഫിക് യൂണിറ്റിലെ പോലീസുകാർ ഒരു കൂസലുമില്ലാതെ നടു റോഡിൽ വാഹനം നിർത്തിയിട്ട് പരിശോധന തുടങ്ങി. 2 ഗ്രേഡ് SIമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വാഹനം നടു റോഡിൽ നിർത്തിയിട്ടതോടെ ഗതാഗത തടസ്സം പിന്നെയും രൂക്ഷമായി. ഈ റോഡ് 1 വേ ആക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും എല്ലാം കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. ഒബർല ബേക്കൂർ മുനവ്വറുൽ ഇസ്ലാം ദഫ് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മതസൗഹാർദ്ദ സംഗമം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒബർല ബേക്കൂർ മുനവ്വറുൽ ഇസ്ലാം ദഫ് ആൻഡ് ദസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതസൗഹാർദ്ദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2015 ജൂലൈ 14 റിഫായ മസ്ജിദ് അങ്കണത്തിൽ വെച്ചാണ് പരിപാടി നടത്തുക.
അസസയ്യിദ് NPM ജലാലുദ്ദീൻ അൽ ബുഖാരി കുന്നുകൈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. PB അബ്ദുൾ റസാഖ് MLA, NA നെല്ലിക്കുന്ന് MLA, മുൻ MLAമാരായ CT അഹമ്മദ് അലി, CH കുഞ്ഞമ്പു, കലക്ടർ PS മുഹമ്മദ് സഗീർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ IPS, കാസർഗോഡ് DYSP TP രഞ്ജിത്ത്, മഞ്ചേശ്വരം തഹസിൽദാർ ശശിധർ ഷെട്ടി, കുമ്പള CI KP സുരേഷ് ബാബു, കുമ്പള SI രാജഗോപാൽ, മഞ്ചേശ്വരം SI P പ്രമോദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KM അഷ്റഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുനവ്വിറുൽ ഇസ്ലാം ദഫ് ആൻഡ് ദർസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 14/7/2015 ചൊവ്വാഴ്ച അതിവിപുലമായ മതസൗഹാർദ്ദ സംഗമവും സമൂഹ നോമ്പുതുറയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ വിവിധ നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും സംബന്ധിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. BM അബൂബക്കർ, K മൂസ, A അബൂബക്കർ, K അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുണ്യം തേടി പോവൽ യങ് ഫൈറ്റേഴ്സ് ചാലഞ്ച് ക്ലബിന്റെ റമസാൻ സംഗമം വിവിധ പരിപാടികളോടെ നടന്നു. പോവൽ ടൗണിലായിരുന്നു സംഗമം ഒരുക്കിയത്. ക്ലബ്ബുകൾ കളിക്കുവാനുള്ള വേദികൾ മാത്രമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് സേവന രംഗത്ത് പുതിയ മാതൃക പകരുകയാണ് പോവൽ YFC ക്ലബ് പ്രവർത്തകർ. ഇത്തവണത്തെ റമസാനോടനുബന്ധിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. വിവാഹ ധനസഹായം, ഭവന നിർമ്മാണ സഹായം, തയ്യൽ മെഷീൻ, ചികിത്സാ സഹായം, തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, റംസാൻ കിറ്റ് വസ്ത്രവിതരണം, സ്കൂൾ പഠനോപകരണം എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. പരിപാടി പോവൽ ഖത്തീബ് KM അബ്ദുൽ അസീസ് ദാരിമ പൊന്മല ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ മഹത്വം കൽപ്പിച്ച ഒരു കാര്യമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യരോടും മറ്റുള്ള ജീവജാലങ്ങളോടൊക്കെ വളരെ കാരുണ്യപരമായ പ്രവർത്തനത്തിലൂടെ ജീവിതശൈലിയിലൂടെ ലോകത്തിന് മാതൃക കാണിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് ഈ പ്രവാചകനെ ലോകത്തേക്ക് അയച്ചത് എന്നതായിരുന്നു ആ പ്രവാചകനെ പറ്റി വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തന്ന പാഠം. ചടങ്ങിൽ മുളിയാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN ഹനീഫ് അധ്യക്ഷത വഹിച്ചു. വിവാഹ ധനസഹായ വിതരണം K കുഞ്ഞിരാമൻ MLAയും, ഭവന സഹായ വിതരണം NA നെല്ലിക്കുന്ന് MLAയും, ചികിത്സാ സഹായ വിതരണം PB അബ്ദുൾ റസാഖ് MLAയും, റമസാൻ കിറ്റ് വിതരണം ജമാഅത്ത് പ്രസിഡന്റ് AB ഷാഫിയും, സ്കൂൾ പഠനോപകരണ വിതരണം വാർഡ് മെമ്പർ ബാത്തിഷ പോവലും, തയ്യൽ മെഷീൻ വിതരണം M അബ്ദുല്ല കുഞ്ഞി ഹാജിയും നിർവഹിച്ചു. ചടങ്ങിൽ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖത്തർ ഇബ്രാഹിം ഹാജിയെ ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ AB കുട്ടിയാനത്തെ അനുമോദിച്ചു. SK ആഷിഖ്, താജുദ്ദീൻ അമ്മങ്കോട്, AB റഫീഖ്, AB ഹാരിസ് നെല്ലിക്കാട് എന്നിവർ സംസാരിച്ചു. റമസാന് ശേഷവും വ്യത്യസ്തങ്ങളായ സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ക്ലബ് പദ്ധതിയിടുന്നത്. കറന്തക്കാട് ശിവാജി നഗർ വിശ്വകർമ്മ ഭജന മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ദൃഢകലശോത്സവം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് കറന്തക്കാട് ശിവാജി നഗരത്തിലെ ശ്രീ വിശ്വകർമ്മ ഭജന മന്ദിരത്തിൽ ദൃഢകലശോത്സവം നടന്നു. ശനിയാഴ്ചയായിരുന്നു പരിപാടി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. കല്ലും മുള്ളും സ്വാമി ശരണം, പള്ളിക്കട്ടി കല്ലും മുള്ളും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സംസ്ഥാനത്തെ അധ്യാപക പരിശീലകർക്കുള്ള SSA പരിശീലനം ചെറുവത്തൂരിൽ തുടങ്ങി. വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. അധ്യാപക പരിശീലനത്തിനാവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുക, ആശയപരമായ ധാരണകൾ ഉറപ്പിക്കുക, അനുഭവത്തിലൂടെ നേടിയ ധാരണകൾ ഉറപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലനം.
ചെറുവത്തൂർ ഹൈലൈൻ പ്ലാസയിലാണ് പരിശീലന പരിപാടി. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസിഡന്റ് അത് പറയാൻ പറയുമ്പോൾ ഞങ്ങളെല്ലാം ഈ സ്കൂളിന്റെ പിന്നെ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. അയാൾ എയറോപ്ലെയിനിൽ ഫസ്റ്റ് പോയ ഒരു സംഗതി, എയറോപ്ലെയിനിൽ ഫസ്റ്റ് പോയ ഒരു ഇൻസിഡന്റ് നല്ല ഒരു രസമാണ്. ജൂലൈ 7 തുടങ്ങിയ പരിശീലനം ശനിയാഴ്ച സമാപിക്കും. കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷാ അഭിയാൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ M ബാലൻ അധ്യക്ഷനായി. പ്രോഗ്രാം ഓഫീസർ യതീഫ് കുമാർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന 50 അധ്യാപക പരിശീലകരാണ് ഈ പരിശീലനത്തിൽ. തരിശുഭൂമിയിൽ പച്ചപ്പിന്റെ വസന്തം. അരവത്ത് പാടശേഖര സമിതിയാണ് മാതൃക പകർന്നുകൊണ്ട് പച്ചപ്പ് തീർത്തത്. 10 വർഷത്തോളമായി തരിശായി കിടന്ന പള്ളിക്കര അരവത്തെ 5 ഹെക്ടർ സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്തിന്റെയും പള്ളിക്കര കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കൃഷി ഇറക്കിയത്. ബേക്കൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാതെ കിടന്ന ഭൂമിയിൽ കൃഷിയിറക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചേർന്ന 100ഓളം കർഷകരുടെയും തൊഴിലാളികളുടെയും യോഗത്തിൽ തീരുമാനിച്ച പ്രകാരമായിരുന്നു കൃഷി ഇറക്കിയത്. നെൽകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായുള്ള നടിയൽ ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം, ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്ന 60 ഹെക്ടർ, അതായത് 150 ഏക്കർ സ്ഥലമെങ്കിലും തരിശു നിലം കൃഷിക്ക് ഉപയുക്തമാക്കണമെന്നതാണ്. റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര തന്നെ സ്ഥലം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിലധികം ലഭിച്ചാലും ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് എത്രത്തോളം കർഷകർ മുമ്പോട്ട് വരുന്നു, തരിശു നിലങ്ങൾ പൂർണ്ണമായും കൃഷിയുക്തമാക്കിയാൽ അതിന് പൂർണ്ണമായും തുക നീക്കിവെക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. അതിനുള്ള ഒരു താല്പര്യവും അതിനോട് ഉള്ള ഒരു ആഭിമുഖ്യവും കാണിച്ചാൽ മാത്രം മതി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A ജാസ്മിൻ, സെക്രട്ടറി രാജ്മോഹനൻ, അജയൻ പനയാൽ, M കരുണാകരൻ, CDS പ്രസിഡന്റ് ഗീത, കൃഷി ഓഫീസർ K വേണുഗോപാലൻ, പാടശേഖര സമിതി പ്രസിഡന്റ് കോരൻ അരവത്ത് എന്നിവർ പ്രസംഗിച്ചു. ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന ധർമ്മേശ്വരം സ്വയം സഹായ സംഘം 30ാം വാർഷികം ആഘോഷിച്ചു. വിവിധ പരിപാടികളോടെയായിരുന്നു വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന ധർമ്മേശ്വര സ്വയം സഹായ സംഘം 3ാം വാർഷികം വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S കുമാർ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ಈ ಸಂಸ್ಥೆಗಳೆಲ್ಲ ಪ್ರಾರಂಭವಾಗಿದ್ದು 2009 ಕೇಂದ್ರದಲ್ಲಿ ಬಂದಂತ ಒಂದು ಸರ್ಕಾರ ಈ ದೇಶದಲ್ಲಿ ಮಹಿಳೆಯರು ಸ್ವತಂತ್ರವಾಗಿ ಜೀವನವನ್ನು ಮಾಡಬೇಕು, ಸ್ವತಂತ್ರವಾಗಿ ಉದ್ಯೋಗವನ್ನು ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ಮಹಿಳೆಯರಿಗೆ ಬೇಕಾದಂತ ಕುಟುಂಬಶ್ರೀಯನ್ನು ಪ್ರಾರಂಭ ಮಾಡಿದರು. ಅದರ ಮುಖಾಂತರ ಇವತ್ತು ಎಲ್ಲ ಸಂಸ್ಥೆಗಳು. ഡോക്ടർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താരാനാഥ മധൂർ, സന്ധ്യ V ഷെട്ടി എന്നിവർ സംസാരിച്ചു. കലാകായിക പരിപാടികളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയുമുണ്ടായി. വാർത്തകൾ ചുരുക്കത്തിൽ. റിട്ടയർഡ് ബാങ്ക് മാനേജർ ഹൃദയാഘാതം മൂലം മരിച്ചു. നീർച്ചാല മഞ്ജുനാഥ് നായക്കാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഓട്ടോയ്ക്ക് പിറകിൽ കാറിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഉപ്പള നയാബസാല സുബൈറിനാണ് പരിക്കേറ്റത്. ഉപ്പള ഹിദായത്ത് നഗറിലായിരുന്നു അപകടം. ഭാഷാ ന്യൂനപക്ഷ സമിതി യോഗം 14 നടക്കും. 2:30 ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഖത്തീബിന്റെ കിടപ്പുമുറി കുത്തിത്തുറന്ന് മൊബൈൽ ഫോൺ കവർന്നു. കുമ്പള ബദർ ജുമാ മസ്ജിദിലായിരുന്നു കവർച്ച. ഡെങ്കിപ്പനി ബാധിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചൌക്കി കാവുകോളിയിലെ KD സതീഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. മഞ്ചേശ്വരം നൂറുൽ ഉദ ഇസ്ലാമിക് മഹിളാ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 150 സ്ത്രീകൾക്ക് മതപഠനത്തിന് സൗകര്യം ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. നൂറുൽ ഹുദ ഇസ്ലാമിക് മഹിളാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും തുടർന്ന് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പൊസോട്ട് ജുമാ പള്ളി ഖത്തീഫ് മൂസ സാഹിലി ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ സിദ്ദിഖ് മസ്ജിദ്, നൂറുൽ ഹുദ മദ്രസ, ഹൗസിയ നഗർ, പിടാരമൂല, മഞ്ചേശ്വരം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഹമ്മൂദ് ഹാജി നേതൃത്വം നൽകി. ചടങ്ങിൽ വാർഡ് മെമ്പർ ബഷീർ കനിളയെ ആദരിക്കുകയുമുണ്ടായി.
ചടങ്ങിൽ ഹസൻ സിദ്ദിഖ് ഷിരിയ, കടമ്പാർ ജുമാ മസ്ജിദ് ഖത്തീഫ് മൊഹിയുദ്ദീൻ ഉസ്താദ്, ഇബ്രാഹിം ഹാജി, പള്ളിക്കുഞ്ഞി ഹാജി, സൈനുദ്ദീൻ ഹാജി, റഫീഖ്, ലത്തീഫ് ബനാന എന്നിവർ സംബന്ധിച്ചു. പള്ളിയുടെ തൊട്ടടുത്തായി നിർമ്മിച്ച കെട്ടിടത്തിൽ മഹല്ലിലെ 150ഓളം സ്ത്രീകൾക്ക് ഇസ്ലാമിക പഠനം നടത്താനുള്ള സൗകര്യവുമുണ്ട്. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ഫഹദിന്റെ ക്രൂരമായ കൊലപാതകം ബിജെപിക്ക് മേൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം നികൃഷ്ടമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് BJP. കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കണമെന്നും BJP. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ഹോമിയോപ്പതി വകുപ്പ് പ്രതിരോധ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പോലീസ് വാഹന പരിശോധന നടു റോഡിൽ. പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരട്ടി ദുരിതം. തരിശുഭൂമിയിൽ പച്ചപ്പിന്റെ വസന്തം. മാതൃക പകർന്ന് അരവത്ത് പാടശേഖര സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.